ഒരു നിമിഷം ജയിലിന്റെ പടിവാതിൽ കണ്ട് പുറത്തിറങ്ങിയ ഒരു ജീവിത അനുഭവം ഉണ്ട് എനിക്ക്. ഇന്നലെ ഞങ്ങൾ കൂട്ടുകാരെല്ലാരും കൂടെ ചേർന്ന് ആക്ച്വലി എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും സ്പൈസിയസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ വിങ്സ് ഞങ്ങൾ സെറ്റ് ചെയ്തു. അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിൽ ഭയങ്കര അടുത്തായിട്ടുള്ള ആളുകളായിട്ട് നമ്മളൊരു ചലഞ്ച് ചെയ്യാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അത് ഭയങ്കര സിമ്പിൾ ആയിട്ട് തുടങ്ങിയ ഒരു പരിപാടിയാണ്. കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ തന്നെ ഒരു ചേച്ചി പുള്ളിക്കാരി ആക്ച്വലി കഴിച്ച ഒരു 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ പുള്ളിക്കാരി കുറച്ച് ബ്രേക്ക് ഡൗൺ ആയി. അപ്പൊ ഞങ്ങൾ ആക്ച്വലി പേടിച്ച് പുള്ളിക്കാരിക്ക് ഇവിടെ നിന്നൊക്കെ ഒരു ഭയങ്കര എരിച്ചിലൊക്കെ വന്ന് ഇന്നലെ സത്യം പറഞ്ഞാൽ ഞാൻ ദൈവത്തിനെ വിളിച്ചു. നമ്മൾ പോലും അറിയാതെ നമ്മൾ ചെയ്തൊരു കാര്യമാണ് ഫണ്ണായിട്ട്, പക്ഷെ അതിന് കോൺസിക്വൻസുകളുണ്ട്. എനിക്ക് ടോളറൻസ് കൂടുതലായതുകൊണ്ടായിരിക്കും എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വന്നില്ല ഭാഗ്യം കൊണ്ട്. പക്ഷെ ഇന്നലെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ബാക്കി കൊടുത്ത ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും ടോളറൻസ് അത്ര ഇല്ലാത്തതുകൊണ്ട് കൈവിട്ടുപോയി. നമ്മള് ഫ്രണ്ട്സ് ആയിട്ട് നമ്മളത് അറിയുന്നില്ല, നമ്മൾ ആരെയും മനഃപൂർവ്വം നമ്മള് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അവരും ഓക്കെ ആ ഹരത്തിൽ ഫ്രണ്ട്സ് പിന്നെ എന്താണ് ട്രൈ ചെയ്യാം എന്നാൽ അവരും അതേ സ്പിരിറ്റിലാണ്. ഒരാള് 2 3 കഴിക്കാന്നൊക്കെ അവര് പറഞ്ഞു. നമ്മൾ ആരും കോൺസിക്വൻസുകളെ പറ്റി ചിന്തിക്കാറില്ല, കാരണം നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ഒരു ഫൺ രീതിയിലാണ് ഇത് ചെയ്യുന്നത്. കഴിച്ചപ്പം എരിവൊക്കെ ആദ്യം പയ്യാണ് അറിഞ്ഞു തുടങ്ങിയത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിച്ചപ്പോഴേക്കും എരിവ് കൂടുന്നുണ്ടായി. ഞാൻ വിചാരിച്ചു എനിക്ക് അത്ര ഒന്നും ആദ്യം സീൻ ആയിരിക്കില്ലെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം ബാത്റൂമിൽ പോയി, പിന്നെ രാവിലെയൊക്കെ ആയപ്പോഴേക്കും എല്ലാം സെറ്റായി. എന്റെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ്സ് എന്ന് പറയുന്നത് അപ്പ എടുക്കുന്ന തീരുമാനങ്ങളാണ്. ഇപ്പൊ പെട്ടെന്ന് എനിക്കൊരു കാര്യം ചെയ്തു കഴിയുമ്പോഴാണ് നമ്മൾ അതിന്റെ ലെസൺസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. കോഷ്യസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ആ കാര്യം ചെയ്യത്തേ ഇല്ല. അപ്പൊ കോഷ്യസും ഫണ്ണും തമ്മിലുള്ള ആ ലൈൻ നമ്മൾ എങ്ങനെ വരയ്ക്കും? ഓവറല്ല, ഒരു ലിമിറ്റിൽ എല്ലാവരും കോഷ്യസ് ആണെങ്കിൽ നാച്ചുറലി ആ ഫൺ അതനുസരിച്ച് മാറും. ഒരാൾ മാത്രം കോഷ്യസ് ആകുമ്പോഴാണ് ഫണ്ടിന്റെ ഇഷ്യൂ വരുന്നത്. ഫൺ എന്ന് പറഞ്ഞ സാധനത്തിന്റെ ഡെഫിനേഷനും കോഷ്യസ് എന്ന് പറഞ്ഞ സാധനത്തിന്റെ ഡെഫിനേഷൻ ആൾക്കാർക്ക് ഡിഫറന്റ് ആയിരിക്കില്ലേ? കാരണം എനിക്ക് ചിലപ്പോൾ 5 സ്റ്റെപ്പിന്റെ മുകളിൽ ചാടാൻ പറ്റുമായിരിക്കും. അപ്പൊ ഞാൻ ഒരാളുടെ അടുത്ത് എനിക്കത് ഫണ്ണായിട്ടുള്ള കാര്യമായതുകൊണ്ട് ഞാൻ ചിലപ്പോൾ എന്നോട് പറയാം, നീ 5 സ്റ്റെപ്പിന് ചാടുക സൂപ്പർ ആയിരിക്കും പറയും. പക്ഷെ അവൻ ചാടുമ്പോൾ എങ്ങാനും വീണ് കഴിഞ്ഞാൽ നമ്മളത് ചിന്തിക്കില്ല. കാരണം എനിക്ക് കൃത്യമായിട്ട് അറിയാം ഇങ്ങനെ ചാടിക്കഴിഞ്ഞാൽ അവിടെ എത്തും. അപ്പൊ എനിക്കതൊരു ഫണ്ണായിട്ടുള്ള കാര്യമാണ്. ഇനിയിപ്പോ അതിന് മോശമായ ഒരു കാര്യമാണ് സംഭവിക്കുന്നതെങ്കിൽ അത് നമ്മളെക്കാൾ കൂടുതൽ വേറെ ആരൊക്കെ അത് ബാധിക്കും, എങ്ങനെയൊക്കെ ബാധിക്കും, അതെല്ലാം മനസ്സിലാക്കുക. ഇതെല്ലാം നോക്കിയിട്ട് മാത്രമേ ഒരു തീരുമാനം എടുക്കാം, അല്ലെങ്കിൽ അതിനുവേണ്ടി നിൽക്കരുത്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് കുറച്ചും കൂടെ ഒന്ന് ചിന്തിച്ച് ഇതിൽ എന്തൊക്കെ കോൺസിക്വൻസുകൾ വരാം. എനിക്കറിയാം നല്ല പാടാണ്, നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പക്ഷെ കുറച്ചൊന്നിനും ചിന്തിച്ച് നമുക്ക് ഇതിനെ എല്ലാവർക്കും സേഫ് ആയിട്ട് നമുക്ക് ഫണ്ണായിട്ട് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് എന്തുണ്ട് അത് നമ്മൾ കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്താൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പെട്ടെന്ന് നമ്മൾ പോലും അല്ലാതെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് നമ്മൾ ആവശ്യമില്ലാതെ വിഷമങ്ങൾ ഉണ്ടാക്കാതെ, ആർക്കും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കോൺസിക്വൻസുകൾ എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് ജീവിക്കാൻ പറ്റിയാൽ ആക്ച്വലി അത് ബെറ്റർ ആയിരിക്കും.